വെടിനിർത്തലോ യുദ്ധവിരാമമോ പ്രഖ്യാപിച്ചാലും ഹോർമുസ് വരുമാനമാർഗമാക്കാൻ ഇറാൻ യുദ്ധത്തിൽ നിന്നുള്ള നഷ്ടം തീർക്കാനുള്ള വഴിയായി ഇറാനെ ഹോർമുസ് ഉപയോഗപ്പെടുത്തിയേക്കും. ടോൾ വഴി പ്രതിവർഷം $80 ബില്യൺ വരെ ലാഭം ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇതിന് തടയാനുള്ള സൈനിക നീക്കത്തിലാണ് അമേരിക്ക. യുദ്ധത്തോടെ ഇതുപോലെ ഹോർമൂസിനെ ഉപയോഗപ്പെടുത്തുകയാണ് ഇറാൻ. നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ട് കപ്പലുകൾ ഉപയോഗിക്കുന്നില്ല. പകരം ഇറാന്റെ തീരത്തോട് ചേർന്നാണ് ഇതുപോലെ പോകുന്നത്. ഇറാഖിൽ നിന്നോ ഖത്തറിൽ നിന്നോ കുവൈത്തിൽ നിന്നോ ഇറാനിൽ നിന്നോ കപ്പൽ പുറപ്പെട്ടാൽ ആദ്യത്തെ പോലെ പഴയ റൂട്ടിലല്ല പോകുന്നത്. പോയാൽ ഇറാൻ തടയുന്നുണ്ട്, അല്ലെങ്കിൽ ആക്രമിക്കും. പകരം ഇറാന്റെ കൈവശമുള്ള ലാരക് ദ്വീപിന് ഇടയിലൂടെ കപ്പലെത്തും. ഇവിടെ IRGC പരിശോധന പൂർത്തിയാക്കും. നേരത്തെ ആവശ്യപ്പെട്ട പോലെ ഫീസോ ചുങ്കമോ നൽകും. പിന്നീട് ഹോർമൂസ് ദ്വീപിനടുത്തു നിന്നും സുരക്ഷിതമായി പുറപ്പെടും. ഹോർമൂസ് നിയന്ത്രണത്തിലൂടെ ഇറാനിന് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാം. ഇറാൻ പാർലമെന്റ് സുരക്ഷാ കമ്മിറ്റി അംഗീകരിച്ച പദ്ധതി പ്രകാരം ഓരോ കപ്പലിനും $2 മില്യൺ വരെ ഫീസ് ഈടാക്കാം. ഇറാനിയൻ സമ്പദ് വ്യവസ്ഥാ വിദഗ്ധരുടെ കണക്കുകൾ പ്രകാരം ഈ ടോൾ സിസ്റ്റം വഴി വാർഷികമായി $60 മുതൽ $80 ബില്യൺ വരെ വരുമാനമുണ്ടാക്കാം. യുദ്ധം തുടങ്ങിയതോടെ യുദ്ധ റിസ്ക് ഇൻഷുറൻസ് പ്രീമിയങ്ങൾ 200 മുതൽ 300% വരെ ഉയർന്നിരുന്നു. ഒരു $120 മില്യൺ മൂല്യമുള്ള ടാങ്കറിന് ഒരു യാത്രക്ക് ഇൻഷുറൻസ് ചിലവ് $6 ലക്ഷം മുതൽ $12 ലക്ഷം വരെ ആയി. ഇറാൻ ഈ ഉയർന്ന ചിലവ് ഈടാക്കി ഇൻഷുറൻസിന് സമാനമായ സുരക്ഷിത വഴിയൊരുക്കും. ഫലത്തിൽ യുദ്ധത്തിലൂടെ വന്ന നഷ്ടം ഈടാക്കുകയാണ് ഇറാൻ. ഇന്ന് വൈകുന്നേരവും ട്രംപ് ഇതിനെതിരെ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. നാളെ എന്തെല്ലാം സംഭവിക്കുമെന്നത് പ്രവചനാതീതമാണ്. ഏതായാലും തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് ഇറാൻ. യുദ്ധത്തിന് മുന്നേ തുറന്നുകിടന്ന ഹോർമൂസ് യുദ്ധം നിർത്താനുള്ള ട്രംപിന്റെ ഉപാധിയായി മാറുന്നുവെന്ന ഗതികേട് കൂടിയുണ്ട് US-ന്റെ നീക്കത്തിൽ. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.